ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെയും വീട്ടിലെയും വിശേഷങ്ങളാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. ഞങ്ങളെ ഇന്ന് കുറച്ച് പച്ചക്കറി വിളവെടുക്കാൻ പോവുക. വഴുതനങ്ങായും ഗോവയ്ക്കായും കൂടി കാണണ്ടേ, കാണിച്ചു തരാം. പല മൂപ്പാണ്, ഇതിൽ കേടൊന്നും ഇല്ല. പല മൂപ്പാണ്. പിന്നെ ഇനി ഇത് ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലത് മൂപ്പ് കൂടിപ്പോകും. ഇതിലേക്ക് ഇട്ടോ ചേട്ടാ, പതിയെ ഇട്. ഇതിൻ്റെ അടിഭാഗത്ത് രണ്ടെണ്ണം കിടക്കുന്നുണ്ട്. ഇവിടെ അതിട്ടേക്കണ്ട. അതേ ഇവിടെ അതിലില്ലാന്ന് തോന്നുന്നു അല്ലേ. ചേട്ടാ ഇങ്ങ് തന്നേ. അതിൽ ബലം ഉണ്ടാവും. ഉള്ള പാവയ്ക്ക പറിച്ചെടുക്കുക. ഇത് ഇത്രയും വളരുള്ളൂ. വലിയ പാവയ്ക്കയുടെ വിത്ത് കിട്ടാനായിട്ട് നല്ല മൂത്ത പാവയ്ക്ക ഒരെണ്ണം മേടിച്ചാൽ അത് കിട്ടുന്നത്. ഈ അറ്റത്തുണ്ട് കേട്ടോ ഒരു പാവയ്ക്ക. കണ്ടോ, കിട്ടിയില്ലേ? ഇതില്ലേ അവിടെ ഉണ്ടോ ഒരെണ്ണം. അത് കായുള്ളോടം മുളച്ച് അത് മൂത്തു. കണ്ടോ, വളരില്ല. പിന്നെ ഇതിനാ മുളയ്ക്കുണ്ട്. ഇന്നത്തെ വിളവെടുപ്പ് പാവയ്ക്ക, വഴുതനങ്ങ. ഗോവയ്ക്ക കുറച്ച് കിട്ടി, കുറച്ചുകൂടി പറിക്കാനുണ്ട്. അതെ, നീറ് വന്നാറുണ്ട്. പറിക്കാതെ ഞാൻ മാറി നിൽക്കുക. കാന്താരി മുളകേ നീക്കട കണ്ട ഒക്കെ കിളി തിന്ന് ഒക്കെ പോയി. ഇത് പറിച്ചെടുക്കാൻ ഇത്തിരി താമസമല്ലേ, സമയം നമ്മളെ പോകും. അതുവരെ നിങ്ങളൊന്നും നോക്കാറ് പോലും ഇല്ല. ഞങ്ങളുടെ വീട്ടാവശ്യത്തിന് കഴിച്ചിട്ടുള്ള
പച്ചക്കറി എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ് ഇത്. വഴുതനങ്ങ 2 സൈസ് ഉണ്ട്, പിന്നെ ഗോവയ്ക്കയുണ്ട്, കുമ്പളങ്ങയും ഉണ്ട് കേട്ടോ. അത് കുറച്ച് നീക്കി വെച്ചേക്കുക, അത് ഇത്തിരി വെയിറ്റ് കൂടുതൽ. ഇത് ഞാൻ ടേബിളിൽ കയറ്റി വെച്ചതാണ്. അപ്പം ഞങ്ങളുടെ വീട്ടാവശ്യത്തിനെന്ന് പറഞ്ഞു കഴിച്ചിട്ട് എന്ന് പറഞ്ഞല്ലോ. ഇത് ഞങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്ത് മാർക്കറ്റുണ്ട്, ലേലം. അപ്പോൾ ഇത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിലയ്ക്ക് തന്നെ ഇത് ലേലം പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത് അവിടെയാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. എന്തോരം പച്ചക്കറി ഉണ്ടെങ്കിലും അവിടെ തീർന്നു പൊക്കോളും. എറണാകുളത്തു നിന്നൊക്കെയാണ് ഇവിടെ വന്ന് ലേലത്തിന് ആൾക്കാർ വരുന്നതും ഇവിടെ നിന്ന് കയറ്റി കൊണ്ടുപോകുന്നതും. പിന്നെ അതുകൂടാതെ ഞങ്ങളുടെ അടുത്ത് വീട്ടുകാർ പലരും ഞങ്ങളുടെ ഫോൺ നമ്പർ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ ഇന്ന പച്ചക്കറി ഉണ്ടോ, ഉണ്ടെങ്കിൽ തരാമോ എന്ന് ചോദിച്ചു ഞങ്ങൾക്ക് വിളിക്കും. അപ്പോൾ ഞങ്ങളുടെ ഉള്ള പച്ചക്കറി അങ്ങനെയും ഞങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് പച്ചക്കറി ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാലിപ്പോനാണ്, ചെറിയ കൊലയാണ്. എന്നിരുന്നാലും ഇത് നല്ല വിലയ്ക്ക് തന്നെ അവിടെ പോവുള്ളൂ. ഇതിന് ഒരുമാതിരി മുടിപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ചെറുകായ്ക്ക് ഭയങ്കര വിലയാണ്. എന്നാലും ഈ കായക്കൊല ഞങ്ങൾ കൊടുക്കുന്നില്ല. ഇന്നത്തെ ഞങ്ങളുടെ പാചക വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ പാട്ടോ. അപ്പോൾ ഈ ചിക്കൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതൊക്കെ കൂട്ടി തിരുമ്മി വെച്ചിരുന്ന കുറേ നേരമായി വെച്ചിട്ട്. അപ്പോൾ ഇത് വറക്കാനായിട്ട് പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വറുത്ത് എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് അവിടെ കിടന്ന് വേവട്ടെ. അപ്പോഴത്തേനും നമുക്ക് കുറച്ച് സവാള, പച്ചമുളക്, ഇഞ്ചി ഒക്കെ റെഡിയാക്കി എടുക്കണ്ടേ. ഞാൻ സവാള എടുത്ത് വെച്ചു. ചിക്കൻ വറുത്ത് കോരി, ഇനി അത് കറിയാക്കണം. അപ്പോൾ ഇത് വറുത്ത നേരത്ത് ഞാൻ കോരിയ സമയത്തൊന്നും ഞാൻ കാണിച്ചില്ലായിരുന്നല്ലോ. അപ്പോൾ മൊബൈലിൽ ചാർജില്ലാത്ത കാരണം പെട്ടെന്ന് ഓഫായി പോയ കാരണം കുത്തിയിടാൻ കൊണ്ടുപോയായിരുന്നു. അപ്പോൾ ചിക്കൻ വറുത്ത് കോരിയ ആ വെളിച്ചെണ്ണയിൽ ഞാൻ സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഒന്ന് വഴറ്റി ഇങ്ങനെ എടുത്തു. ഇനി ഇതിനകത്ത് മല്ലിപ്പൊടി, മുളക് പൊടിയും ചേർക്കണം. അപ്പോൾ പിന്നെ എന്താ വിട്ടുപോയെന്നാണ് ഞാൻ ആലോചിക്കണേ. അപ്പോൾ അത് അത്രയും വറുത്ത് കോരി വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്തു വെച്ചതാണത്. കുറച്ച് സവാള അങ്ങോട്ട് പൊരിച്ച് കോരിയും വെച്ചു. മേലെ അരിഞ്ഞു വെച്ചേക്കണത് മല്ലിയിലയാണ്. വഴറ്റി എടുത്തത് അരച്ചെടുത്ത് ഗ്രേവി ഉണ്ടാക്കി ചിക്കൻ പീസ് ചേർത്ത് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തു കേട്ടോ. ചേർത്ത് റോസ്റ്റ് ചെയ്ത് വെച്ചേക്കണതാണ് ഇത്. അങ്കിളാണ് ചിക്കൻ റോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഉണ്ടാക്കിയതിൻ്റെ കുറേ ഭാഗം എടുത്ത് മാറ്റി വെച്ചു. പാത്രം നിറയെ ഉണ്ടായതുകൊണ്ട് തന്നെ വക്കിലൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു. അത് എല്ലാവരും മാറ്റിയിട്ട് വീണ്ടും പാത്രം അടപ്പത്ത് വെച്ചേക്കാണ് നെയ്ച്ചോറ് റെഡിയാക്കാൻ വേണ്ടി. സവാള നെയ്യിലാണ് ഞാൻ പൊരിച്ചെടുത്തത്. അപ്പോൾ മറ്റേ ഇതിൻ്റെ കുറച്ചുണ്ട്, പിന്നെ ഞാൻ നെയ്യും ചേർത്തായിരുന്നു. അപ്പോൾ കോഴി വറുത്തതിൻ്റെ വെളിച്ചെണ്ണ ഇത്തിരി ഉണ്ടായിരുന്നു, പിന്നെ നെയ്യും ചേർത്തായിരുന്നു. അപ്പോൾ അത് ഞാനൊരു വടിച്ചൊഴിച്ചു. അതിലേക്ക് കുറച്ച് നെയ്യ് കൂടിയാണ് ഈ ചേർത്ത് വെച്ചിരിക്കുന്നത്. ഇനി ചോറ് അതിൽ ഇടാൻ പാണ്. ഒരു ലെയർ ഇട്ടു. ഇനി അടുത്തത് ഇതിൻ്റെ മേലെ ഇട്ടിട്ട് ഇതുപോലെ തന്നെ സവാള പൊരിച്ചതും മല്ലിയിലയും തൂവണം. ഇതിൻ്റെ മേലെ ഒരു ഇത്തിരി നെയ്യ് തൂവാണ്. അതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിവിടെ ഉണ്ടാക്കിയ നെയ്യ് തന്നെയാണ് കേട്ടോ. അത്രയും ചേർത്ത് പിന്നെ
ഞാനേ ഒരിത്തിരി കഞ്ഞിയുടെ വെള്ളം തളിക്കണ പോലെ എങ്ങാനും വെള്ളം വറ്റിയാലോ ഒന്ന് പൊരിഞ്ഞ് കിട്ടണ്ടേ, അത് അതിൽ യോജിച്ച് പൊക്കോളും. അടി കരിയാതിരിക്കാൻ ഇനി അടപ്പത്ത് വെച്ച് നന്നായിട്ട് ഒരു ആവി വന്നു കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഞാനത് ചെറുതീയിലിട്ടാണ് കേട്ടോ മൂടി അടപ്പത്ത് വയ്ക്കുന്നത്. ആവി കയറ്റി ഇറക്കി വെച്ച ബിരിയാണി ഞാൻ പിന്നെ ആവി കൊള്ളിച്ച് ഇറക്കി വെച്ച് തീ ഓഫ് ചെയ്ത് പോയിപ്പോൾ ഓർത്തില്ല, മറന്നുപോയി. ഊണ് കഴിക്കാണ്. ഞാൻ അധികം ഒന്നും ചേർത്തല്ല ഈ ബിരിയാണി ഉണ്ടാക്കിയത്, പക്ഷെ നല്ല ബിരിയാണിയാണ്. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബൈ.